മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തത്തിൽ പൊലിഞ്ഞ പ്രിയപ്പെട്ടവരെ സംസ്കരിച്ചിടം ഇനി ജൂലൈ 30 ഹൃദയഭൂമി എന്നറിയപ്പെടും. മേപ്പാടി പഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. പഞ്ചായത്ത് അംഗമായ അജ്മൽ സാജിദ് നിർദ്ദേശിച്ച പേരാണിത്. പുത്തുമലയിൽ ഹാരിസൺ പ്ലാന്റേഷന്റെ ഉടമസ്ഥതയിലുള്ള 64 സെന്റ് ഭൂമിയിലായിരുന്നു ഉരുൾ ദുരന്തത്തിൽ മരിച്ചവർക്കായി അന്ത്യവിശ്രമം ഒരുക്കിയത്. സർവമത പ്രാർത്ഥനകളോടെയായിരുന്നു അന്ന് മൃതദേഹങ്ങൾ സംസ്കരിച്ചത്. ജൂലൈ 30 ഒരു പെരുമഴക്കാലം. മഴയുടെ മട്ടും ഭാവവും മാറുന്നത് അവരെ വല്ലാതെ ഭയപ്പെടുത്തി. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയില്ല. പക്ഷേ മനസ്സിനെ എന്തോ ഒന്ന് വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. പുതിയ പുലരിയെ വരവേൽക്കാൻ തയ്യാറെടുത്ത് അവർ ഉറങ്ങാൻ കിടന്നു. അതിൽ പലരും പിന്നീട് കണ്ണു തുറന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിറ്റേന്ന് പുലർച്ചെ ലോകം കേട്ടത് നെഞ്ചുപൊട്ടി വിലപിക്കുന്ന വയനാടിനെയായിരുന്നു. പുഞ്ചരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല ദേശങ്ങളെ ഉരുളെടുത്തു. രക്ഷാപ്രവർത്തനത്തിന്റെ നാളുകളായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ. ജീവന്റെ തുടിപ്പ് തേടി എല്ലാവരും ഇറങ്ങി. മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തു. വയനാടിന്റെ ഹൃദയഭൂമിയുടെ തൊലി പൊളിച്ച പോലെ ഉരുൾ വന്ന വഴി കണ്ട ഏവരുടെയും നെഞ്ചു കലങ്ങി. കണ്ണീർ വറ്റിയ ഒരു ജനതയുടെ വിലാപങ്ങളായിരുന്നു എങ്ങും. ഒരായുസിന്റെ അധ്വാനത്തിൽ തീർത്ത വീടുകളും അതിലെ മനുഷ്യരും അവർ കണ്ട സ്വപ്നങ്ങളുമെല്ലാമാണ് ചെളിയിൽ ആണ്ടുപോയത്. 452 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. അതിജീവനത്തിന്റെ പാതയിലാണ് വയനാട്. എല്ലാം മറന്ന് ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ്. നമ്മളാണ് അവരുടെ കരുത്തും പ്രതീക്ഷയും. പ്രിയപ്പെട്ടവരെ, കൂടെയുണ്ട് ഞങ്ങൾ.